ഞാനൊരു വല്ലപ്പുഴക്കാരനല്ല. എന്റെ പേര് മുഹമ്മദ് റഷീദ്. എവിടെയാണ് വീട്? നെല്ലായ. പരിസരത്താണ്. ഒരു പ്രവാസിയാണ്. അപ്പൊ എന്റെ ഒരു പൊതുവായ സംശയമാണ് ചോദിക്കുന്നത്. ഉസ്താദിനോട് ചോദിക്കാനുള്ളത്, ഇന്ന് വരെ മരിച്ചുപോയ അമ്പിയാക്കള്, ഔലിയാക്കള്, ഉലമാക്കള്, സാദാത്തുകള്, ഇവരുടെ പേരെല്ലാം ഇതുവരെ നിലവിലുള്ള എല്ലാ മൗലിദ് ഗ്രന്ഥങ്ങളും അത് രചിക്കപ്പെട്ടവരും ഒരിക്കൽ പോലെങ്കിലും അത് പാരായണം ചെയ്തവരും എല്ലാം ഇസ്ലാമിന് പുറത്താണോ? പിന്നെ ഒന്നാമത്തെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ മരിച്ചുപോയവരെ കുറിച്ച് മദ്ഹ് പറയൽ എല്ലാം അനിസ്ലാമികമാണോ? രണ്ടാമത്തെ ചോദ്യം. ഇത് ഭംഗിയായി നടക്കട്ടെ. മൂന്നാമത്തെ ചോദ്യം ഉസ്താദിനോട്. വണ്ടി പോട്ടെ, വണ്ടി പോകാൻ സൗകര്യം ചെയ്ത് കൊടുക്കുക, വാഹനം പോകാൻ സൗകര്യം ചെയ്ത് കൊടുക്കുക. ഉപചോദ്യം. ഉസ്താദിനോട് ഉപചോദ്യ സംശയം. അങ്ങനെ മരിച്ചുപോയവരെ കുറിച്ചെല്ലാം മദ്ഹ് പറഞ്ഞ് കിതാബ് രചിക്കലും അത് പാരായണം ചെയ്യണം എല്ലാം ശിർക്കാണെങ്കിൽ 1985 SSLC പരീക്ഷ എഴുതിയ ആളാണ് ഞാൻ. അന്ന് ആ അറബിക്ക് എടുത്ത് പഠിച്ച ആളാണ് ഞാൻ. അന്നുള്ള ആ അറബി ഗ്രന്ഥത്തില് വൈലാഹ് ഓബൽ മൗലവിയിൽ വക്കമി എന്ന് തുടങ്ങുന്ന വക്കം മൗലവിയെ കുറിച്ച് പറയുന്ന ഒരു പദ്യവും ആ വാഹനം പോട്ടെ, ആ വാഹനം പോകാൻ സൗകര്യം ചെയ്ത് കൊടുക്കുക, ആ വാഹനത്തിൽ പോകാൻ സൗകര്യം കൊടുക്കുക, റോഡ് ബ്ലോക്ക് ആകരുത്, റോഡ് ബ്ലോക്ക് ആവരുത്, വാഹനത്തിന് പോകാൻ സൗകര്യം ചെയ്ത് കൊടുക്കുക. റോഡ് ഒരിക്കലും ബ്ലോക്ക് ആകാൻ പാടില്ല. ആ വണ്ടിക്ക് സുഗമമായി പോകാൻ സൗകര്യം ചെയ്ത് കൊടുക്കുക. ഇവിടെ ദീനിന്റെ വേദിയാണ്, ദീനി മജ്‌ലിസാണ്. അവിടെ ഒരിക്കലും അനിസ്ലാമികമായ രീതികൾ ഉണ്ടാകാനേ പാടില്ല, മാർഗദർശനം സൃഷ്ടിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ ബ്ലോക്ക് എത്രയും പെട്ടെന്ന് ഒഴിവാക്കി കൊടുക്കുക, ആ വാഹനം സുഖമായി പോകട്ടെ. അപ്പൊ ഏതായാലും സഹോദരന്റെ ആശങ്കകൾ ഒന്ന്, കഴിഞ്ഞുപോയ അമ്പിയാക്കളെയും ഔലിയാക്കളെയും മഹാന്മാരുടെയും ഉസ്താദുമാരുടെയും എല്ലാം മദ്ഹുകൾ പറഞ്ഞ് മരിച്ചുപോയ മുൻഗാമികൾ അവരൊക്കെ ചെയ്ത് ശിർക്കാണോ, അവരൊക്കെ നരകത്തിലാണോ? മറ്റൊന്ന്, അങ്ങനെ മഹാന്മാരെ മദ്ഹ് പറയൽ ശിർക്കാണെങ്കിൽ 86 SSLC പരീക്ഷയ്ക്ക് എഴുതിയ പാഠപുസ്തകത്തിൽ പോലും മദ്ഹ് ഉണ്ടല്ലോ എന്നതാണ്. മദ്ഹ് പറയൽ ഒരിക്കലും ശിർക്കല്ല. മഹാന്മാരുടെ മദ്ഹ് പറയുക എന്നത് ശിർക്കേ അല്ല. മഹാന്മാരുടെ മദ്ഹ് പറയൽ പലപ്പോഴും വളരെ പ്രയോജനപ്രദമാണ്. മഹാന്മാരായ ആളുകൾ, അത് അമ്പിയാക്കളാണെങ്കിലും, അത് ഔലിയാക്കളാണെങ്കിലും, അത് ശുഹദാക്കളാണെങ്കിലും, അത് സ്വാലിഹീങ്ങളാണെങ്കിലും, അത് ആലിമീങ്ങളാണെങ്കിലും, അവരുടെ എല്ലാം മേന്മ പറയലും അവരുടെ മഹത്വം പറയലും അവരുടെ ജീവിതത്തിലുണ്ടായ നല്ല നല്ല സംഭവങ്ങൾ പറയലുമൊക്കെ നമുക്കൊരുപാട് പ്രയോജനപ്രദമാണ്. സഹോദരൻ ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചതായിരിക്കാം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അഭിപ്രായ പ്രകാരം മദ്ഹ് പറയാൻ പാടില്ല എന്ന ആശയമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചതായിരിക്കാം. അങ്ങനെ ഒരു ആശയമേ ഇല്ല. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാഠപുസ്തകങ്ങളിൽ ഇന്നും പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ പരിശോധിച്ചാൽ അവിടെ കാണാം പല അമ്പിയാഇന്റെയും മഹത്വങ്ങളും പല അമ്പിയാഇന്റെയും ചരിത്രങ്ങളും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായി പുറത്തിറക്കിയ ഒരുപാട് പുസ്തകങ്ങളിൽ പല മഹാന്മാരുടെയും മഹത്വം പഠിപ്പിക്കുന്ന, പല മഹാന്മാരുടെയും ജീവചരിത്രം പഠിപ്പിക്കുന്ന ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തിന്? മുജാഹിദ് പ്രസ്ഥാനം ഇറക്കിയ പുസ്തകങ്ങളിൽ കാണാം EK മൗലവി എഴുതിയ ഒരു പുസ്തകം തന്നെയുണ്ട്, ഷെയ്ഖ് ജീലാനി എന്ന പേരിൽ. മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ജീവിത ചരിത്രങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സ്മരണീയമായ മാതൃകായോഗ്യമായ പല പാഠങ്ങളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തന്നെയാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. അതേപോലെ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ ഈ മുജാഹിദ് പ്രസ്ഥാനം തന്നെ ഔദ്യോഗികമായി പുറത്തിറക്കിയിട്ടുണ്ട്. 4 ഖലീഫമാരെ കുറിച്ച് പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. സ്വഹാബിമാരുടെ ജീവിതത്തിൽ നിന്ന് എന്ന പേരിൽ വാള്യങ്ങളായി പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മദ്ഹ് പറയാൻ പാടില്ലെന്നോ, അത് ശിർക്കാണെന്നോ, അത് ഹറാമാണെന്നോ, അത് കുറ്റകരമാണ് എന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞാൽ സ്വീകരിക്കാവുന്നതും അല്ല. മദ്ഹ് പറയലല്ല അബദ്ധം. അമ്പിയായിന്റെ മദ്ഹ് പറയാം, ഔലിയായിന്റെ മദ്ഹ് പറയാം, ശുഹദായിന്റെ മദ്ഹ് പറയാം, ആലിമീങ്ങളുടെ മദ്ഹ് പറയാം, ദീനിന്റെ മദ്ഹ് പറയാം, മദ്ഹുകളെല്ലാം പറയാം. പക്ഷേ മദ്ഹിന്റെ മറവിൽ അമിത പ്രശംസ പാടില്ല എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹി ഹദീസിൽ കാണുന്നത്, ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറാ ഈസ ഇബ്നു മറിയം. നസാറാക്കൾ, ക്രിസ്ത്യാനികൾ ഈസ ഇബ്നു മറിയമിനെ അമിതമായി പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ അമിതമായി പുകഴ്ത്തരുത്. വഇന്നമാ അന അബ്ദുൻ, ഞാൻ അല്ലാഹുവിന്റെ അടിമ മാത്രമാണ്. അതുകൊണ്ട് ഫഖൂലു, നിങ്ങൾ പറയേണ്ടത്
അബ്ദുല്ലാഹി വറസൂലുഹു, അള്ളാന്റെ അടിമയാണ്, അള്ളാന്റെ റസൂലാണ് എന്നാണ് നിങ്ങൾ എന്നെ കുറിച്ച് പറയേണ്ടത്. അപ്പൊ അമിതമാകുമ്പോൾ അത് പാടില്ലെന്ന് പറയും. അള്ളാഹുവിന്റെ റസൂൽ കടന്നു വന്നപ്പോൾ കല്യാണ സദസ്സിൽ വെച്ച് പാട്ടുപാടിയ പെൺകുട്ടികൾ നാളത്തെ കാര്യം അറിയുന്ന നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പാടിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മക്കളെ അത് പറയല്ല, മക്കളെ അത് പറയല്ല, അത് അമിതമാണ്, അത് അധികമാണ്. കാരണം ആകാശഭൂമിയിലുള്ള ഓരോരുത്തരും തന്നെ അറിയില്ല അല്ലാഹു അല്ലാതെ. അപ്പൊ മദ്ഹ് പറയാം, അത് പ്രമാണം അംഗീകരിച്ചതാണ്. എന്നാൽ മദ്ഹിന്റെ മറവിൽ അവരെ വിളിച്ചു പ്രാർത്ഥിക്കലും അവരെ കുറിച്ച് ഇല്ലാത്തത് പറയലും അവരെ പേരിൽ കള്ളക്കഥകൾ പ്രചരിപ്പിക്കലും അത് ശരിയല്ല. ഇനി അതുണ്ടോ മൗലിദ് കിതാബിൽ? തീർച്ചയായും ഉണ്ട്, യഥേഷ്ടമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സംഭവം, ഇമാം അലി മൗലിദി എന്ന പേരിൽ ഒരു മൗലിദുണ്ട് 333 മൗലിദ് കിതാബില്. ആ മൗലിദി കാണാം, അള്ളാന്റെ റസൂലിന്റെ റൂഹിനെ പിടിക്കാൻ അള്ളാഹു മലക്കുൽ മൗത്തിന് അധികാരം കൊടുത്തിട്ടില്ല. റസൂലിന്റെ റൂഹിനെ പിടിക്കാൻ മലക്കുൽ മൗത്തിന് അധികാരമില്ല. അതിൽ പറഞ്ഞ കഥയാണ്. ഇത് ഇസ്ലാമിന് വിരുദ്ധമാണ്, പ്രമാണ വിരുദ്ധമാണ്. മറ്റൊന്ന്, അള്ളാന്റെ റസൂൽ മിഅ്റാജ് യാത്ര പോയി, അങ്ങനെ ആകാശലോകത്തേക്ക് പോയി അവിടെ ചെന്ന് ഉണ്ടായ ഒരുപാട് സംഭവങ്ങൾ ഉപയോഗിച്ച കൂട്ടത്തിൽ കാണാം, അള്ളാഹുവിന്റെ റസൂലിന് നേരെ ഒരു ഭക്ഷണത്തളിക നീണ്ടുവന്നു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, എന്റെ കൂടെ ഒരു അതിഥി ഇല്ലാതെ ഞാൻ ഈ കാലം വരെ ഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് കൂടെ കഴിക്കാൻ ആരെങ്കിലും വേണം. അപ്പോൾ ഒരു കൈ നീണ്ടുവന്നു, ആ കൈ നബി തങ്ങളുടെ കൂടെ ഭക്ഷണം ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ അങ്ങ് പോകുമ്പോൾ അർശിന് സമീപത്തെത്തിയപ്പോൾ ഒരു സിംഹം അള്ളാഹുവിന്റെ റസൂലിനെ നേരെ കടിച്ചു കീറാനായി ചാടി വീഴാനോ നിന്നു. തങ്ങൾ പേടിച്ചു പോയി. അങ്ങനെ അല്ലാഹു തആല നബിയെ വിളിച്ചിട്ട് പറഞ്ഞു, താങ്കൾ പേടിക്കേണ്ടതില്ല, താങ്കളുടെ കയ്യിലെ മോതിരമൂരി ആ സിംഹത്തിന്റെ വായിലേക്ക് ഇടുക. നബി ഞങ്ങൾ മോതിരമൂരി സിംഹത്തിന്റെ വായിലേക്ക് ഇട്ടു. അപ്പോൾ സിംഹം അപ്രത്യക്ഷമായി. അങ്ങനെ മിഅ്റാജ് യാത്ര കഴിഞ്ഞ് റസൂൽ മടങ്ങിയെത്തി രാവിലെ സ്വഹാബത്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് ആ മോതിരം എടുത്തു കൊടുത്തു. ഇതാ റസൂലേ, ഞാൻ വിഴുങ്ങിയ മോതിരം. അപ്പോൾ അർശിന് സമീപത്ത് നബി തങ്ങൾക്ക് നേരെ കുരച്ചു ചാടാമെന്ന സിംഹമാരാ? അലിയായിരുന്നു എന്നാണ് ഇമാം അലി മൗലിദിൽ കാണാം. ഇങ്ങനത്തെ ഒരുപാട് കെട്ടുകഥയുണ്ട്. നബി ഞങ്ങളെ പ്രയാസം കൊണ്ടാണ് പഠിച്ചത് എന്ന ഒരു കഥയുണ്ട്. നബി തങ്ങൾ നമ്മൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കള്ളക്കഥകൾ അതിൽ വന്നിട്ടുണ്ട്. നബി തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഇത്തരം ഒരുപാട് കഥകളുണ്ട്. അതുകൊണ്ടാണ് ഈ വല്ലപ്പുഴയിൽ വെച്ച് മാനമൗലിദ് വിഷയത്തിന് സംവാദമുണ്ടായപ്പോൾ അലവി സഖാഫി പറഞ്ഞല്ലോ, എന്ത്, ഈ മൗലിദെല്ലാം കൂടെ ഞങ്ങൾ അംഗീകരിക്കൂല. 333 വക മൗലിദ്, 444 വക മൗലിദ്, 555 വക മൗലിദ്, ഇതെല്ലാം കൂടി ഞങ്ങൾ അംഗീകരിക്കുന്നത് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അംഗീകാരമില്ല, അതൊട്ട് നിങ്ങൾ ആഗ്രഹിക്കുകയും വേണ്ട. അതുകൊണ്ട് സ്വഹീഹാക്കപ്പെട്ട മൗലിദ് എന്ന പേരിൽ പുറത്തിറങ്ങിയ 5 വക മൗലിദുണ്ട്. അത് മാത്രമേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ, ബാക്കിയൊക്കെ പരിശോധിക്കണം. അപ്പോൾ സഹോദരനെ പോലെ ഒരു സുഹൃത്ത്, ഈ നാട്ടുകാരനായ അദ്ദേഹത്തിന്റെ പേര് ശിഹാബ് എന്നാണെന്ന് ഞാൻ ഓർക്കുന്നത്, അദ്ദേഹം അന്ന് ചോദിച്ചു, ഉസ്താദേ, ഈ ഏട് എന്റെ വല്യമ്മ ചൊല്ല ഏടാണ്, എന്റെ വല്യപ്പ ചൊല്ല ഏടാണ്, ഈ ഏട് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണല്ലോ, പരിശോധിക്കണമെന്നാണല്ലോ നിങ്ങൾ ഇപ്പൊ പറയണത്. എങ്കിൽ ഇതൊക്കെ ചൊല്ലിന്റെ വല്യമ്മ മരിച്ചുപോയി, എന്താ വല്യമ്മാന്റെ സ്ഥിതി എന്ന് അന്ന് ആ വേദിയിൽ വെച്ച് അലവി സഖാഫിയോട് ചോദിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് കള്ളക്കഥ ഈ മൗലിദിൽ ഉണ്ട് എന്ന് അലവി സഖാഫി അടക്കം പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ അത് നമ്മൾ ചൊല്ലാൻ പാടില്ല, ആചരിക്കാൻ പാടില്ല എന്നാണ്. ഉണ്ടോ ആ ഭാഗമുണ്ടോ? അപ്പൊ അങ്ങനെ ആ സംവാദത്തിൽ, വല്ലപ്പുഴയിൽ നടന്ന സംവാദത്തിൽ തന്നെയാണ് അലവി സഖാഫി പറഞ്ഞത്, അത് എല്ലാം കൂടെ അംഗീകരിക്കൂല. മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്, അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിൽ സംശയിക്കണ്ട. ഇപ്പൊ പറഞ്ഞ മരിച്ചുപോയൊരു ആ മതം പറയുന്നതിന് തെറ്റില്ല. അങ്ങനെയാണ് ഇപ്പൊ സാധാരണ ഓതി വരുന്ന ഷറഫുൽ അനാമ്, മങ്കൂസ് മൗലിദ്, ഇതിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതകൾ പറയുന്നത്, അത് തെറ്റാണോ? അല്ലേ? സഹോദരൻ സൂചിപ്പിച്ചത് നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു.
മദ്ഹ് പറയൽ തെറ്റല്ല. മദ്ഹ് പറയൽ തെറ്റല്ലെന്ന് മാത്രമല്ല, ഒരുപാട് പ്രയോജനം അതിന് ലഭ്യമാവുകയും ചെയ്യും. പിന്നെയുള്ള സംശയം, ശറഫ് അനാമിലും മങ്കൂസിലും ഒക്കെ പിന്നെ മദ്ഹല്ലേ ഉള്ളത്? മദ്ഹ് അല്ലാത്തത് ഉണ്ട് എന്നാ ഞാൻ നേരത്തെ പറഞ്ഞത്. മദ്ഹ് മങ്കൂസിലുണ്ടായതോട് മാത്രം തെറ്റാവൂല. മദ്ഹ് എവിടെ ഉണ്ടായാലും മദ്ഹ് തന്നെയാണ്. മദ്ഹിന്റെ മറവിൽ മറ്റു പലതുമുണ്ട്. അതുകൊണ്ടാണല്ലോ അലവി സഖാഫിക്ക് പറയേണ്ടി വന്നത് ഈ ഏടെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കണ്ടാണ്. അപ്പോഴാ ശിഹാബ് ചോദിച്ചത് വല്യമ്മാന്റെ കാര്യം. നേരത്തെ പറഞ്ഞപ്പോ അദ്ദേഹം വല്യമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞു. അതൊരു അബദ്ധമാണ്. ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ ഈ ഏട് പോലെയുള്ള ഏടുകൾ ഞങ്ങളോട് ഉന്നയിച്ചപ്പോൾ ഇതിപ്പോ 333 മൗലീദാണ്. ഈ 333 മൗലീദും അതേപോലെ സമാനമായ മൗലീദുകളും അതിനെക്കുറിച്ചാണ് അലവി സഖാഫി പറഞ്ഞത്. ഇതെല്ലാം കൂടി ഞങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് സ്വഹീഹാക്കപ്പെട്ട മൗലീദ് അതേ ഞങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. ബാക്കി പരിശോധിക്കണമെന്ന 4 റബീഉൽ അവ്വൽ കഴിഞ്ഞല്ലോ. ആ പരിശോധിക്കാൻ പോയിട്ട് ലാബിൽ നിന്ന് ഇതുവരെയും റിസൾട്ട് കിട്ടിയിട്ടില്ല. അത് കിട്ടുകയുമില്ല. മങ്കൂസിലാവട്ടെ, ഷറഫ് അനാമിലാവട്ടെ, ജഅല മുഹമ്മദിലാവട്ടെ, ബർസഞ്ചിയിലാവട്ടെ, ഏത് മൗലിദാണെങ്കിലും ആ മൗലിദിൽ ഒരുപാട് കള്ളക്കഥയുണ്ട്. ഞാൻ ഉദാഹരണം നേരത്തെ പറഞ്ഞു. നബി പ്രകാശത്തിന്റെ കഥ മങ്കൂസിലുണ്ട്, ഷറഫ് അനാമിലുണ്ട്, ജഅല മുഹമ്മദിലുണ്ട്, ബർസഞ്ചിയിലുണ്ട്. ആ കഥയാവട്ടെ നബി തങ്ങൾ പഠിപ്പിച്ച കഥയല്ല, സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ട കഥയല്ല, സ്വീകാര്യോഗ്യമായ പരമ്പരയിൽ അത് വന്നിട്ടില്ല. അതുപോലെ ഒരുപാട് കഥകൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. മിറാജിന്റെ യാത്രയുമായി ബന്ധപ്പെട്ടത്, നബി അങ്ങ് റൂഹിനെ പിടിക്കുന്ന കാര്യം, ഇതൊക്കെ ഈ മൗലിദ് കിതാബിൽ സ്ഥാനം പിടിച്ചതാണ്. അതുകൊണ്ട് അതൊന്നും എന്തല്ല ശരിയല്ല. അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. മദ്ഹിനല്ല കുഴപ്പം. മദ്ഹിന്റെ മറവിൽ അവരെ വിളിച്ചു പ്രാർത്ഥിക്കൽ ഇതിലുണ്ട്. മദ്ഹിന്റെ മറവിൽ അമിത പ്രശംസ ഇതിലുണ്ട്. മദ്ഹിന്റെ മറവിൽ ഇല്ലാത്ത കഥകൾ ഇതിലുണ്ട്. മദ്ഹിന്റെ മറവിൽ ഒരുപാട് ശിയ ആശയങ്ങൾ ഇതിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ഇത് പാടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ്, അത് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അലവി സഖാഫിക്ക് പറയേണ്ടി വന്നത് 5 വക മൗലിദ് സ്വഹീഹാക്കപ്പെട്ട മൗലിദ് അതേ ഇപ്പൊ ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. ഈ കേസ് ഇയാൾ പറഞ്ഞു, ഞങ്ങൾക്കത് ബാധകമല്ല, ഞങ്ങൾ അതിനപ്പുറം സ്വീകരിക്കും. സംസ്ഥാന സുന്നികൾ പറഞ്ഞു മൗലീദിന്റെ ചട്ടം വരെ ശരിയാണ് എന്ന് അവരും പറഞ്ഞു. അപ്പൊ ഏതായാലും അലവി സഖാഫിക്ക് ഉറപ്പുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല, ഒരുപാട് അബദ്ധമുണ്ടെന്ന് ഉറപ്പുണ്ട്. അതേ നമ്മളും പറഞ്ഞിട്ടുള്ളൂ, മറ്റൊന്നുമില്ല. അടുത്ത ആളെ.